കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5 ദിവസത്തെ നിർത്താതെയുള്ള മഴയ്ക്ക് ശേഷം ഇന്നാണ് ഒരു വെയിൽ കണ്ടത്. ചെറിയ രീതിയിലൊക്കെ ചെടികൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇൻഡോറിൽ വെച്ച പ്ലാന്റുകൾ മഴ പെയ്താലും നമ്മൾ നനയ്ക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. എന്തായാലും മഴയുള്ള സമയത്ത് ഞാൻ അകത്തിരുന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ ബെഡ്റൂമുകളിൽ വെക്കുന്ന പോട്ടുകൾ നമുക്ക് പെയിന്റ് ചെയ്ത് ഭംഗിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള പോട്ടുകൾ നമുക്ക് നന്നായി പെയിന്റ് ചെയ്ത് ഭംഗിയാക്കിയെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓരോ സ്റ്റെയറിനും അല്ലെങ്കിൽ ഓരോ ബെഡ്റൂമിന്റെ തീമിനനുസരിച്ച് നമുക്ക് ഇതുപോലെ പോട്ടുകൾ പെയിന്റ് ചെയ്തെടുത്ത് നല്ല ഭംഗിയോടെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാം. വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ മണി പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് സാൻസവേരിയ. സാൻസവേരിയയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച നമ്മൾ നനച്ചില്ലെങ്കിലും സാൻസവേരിയ ചെടി ഒരു പരാതിയും കാണിക്കില്ല. അതുപോലെയാണ് പെൻഡാനസ് ചെടിയെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അകത്ത് വെച്ചാലും പുറത്ത് വെച്ചാലും ഒന്നും കുഴപ്പമില്ലാത്ത ഒരു ചെടിയാണ് പെൻഡാനസ്. പുറത്ത് നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ ഞാൻ പെൻഡാനസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വെയിലടിച്ചാലും ഒരു വാട്ടമോ കോട്ടമോ ഒന്നുമില്ലാതെ നല്ല ഭംഗിയോടെ നല്ല കളർഫുൾ ആയിട്ട് ഗാർഡനിൽ വളർന്നു നിൽക്കുന്ന പെൻഡാനസ്. ഈ അടുത്താണ് ഞാൻ പെൻഡാനസ് ഇൻഡോറാക്കി വെക്കാൻ തുടങ്ങിയത്. പെൻഡാനസ് ചെടി ഇൻഡോറാക്കി വെച്ചാലുള്ളൊരു ഭംഗി പറയാതിരിക്കാൻ വയ്യ. വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ആ ഒരു കളറ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കോഡിലൻ ഫ്രൂട്ടിക്കോസ. ഈ ചെടിയും ഇൻഡോറായി വളർത്താൻ പറ്റിയ മനോഹരമായ ഒരു ചെടിയാണ്. അങ്ങനെ സ്റ്റെയറിലും ബെഡ്റൂമുകളിലൊക്കെ വെക്കുന്ന പോട്ടുകൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു പോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മൺപോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് നന്നായി പെയിന്റ് ചെയ്ത് ഭംഗിയാക്കിയെടുക്കാം. അതിനായി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്രിലിന്റെ ആക്രിലിക് കളേഴ്സ് ആണ്. ഈ ഒരു ബോട്ടിലിന് 200 രൂപയാണ് വില വരുന്നത്. 150 ml എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ അവൈലബിൾ ആണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ആമസോൺ എന്നീ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ ലഭിക്കുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ പെയിന്റ് ചെയ്ത പോട്ട് നമുക്ക് ഇൻഡോർ ആക്കി വെക്കാനാണ് പറ്റുക. മഴയൊന്നും കൊണ്ടാൽ ഈ ഒരു പെയിന്റ് പിടിച്ച് നിൽക്കണം എന്നില്ല. ചെറിയ രീതിയിൽ ബ്രഷ് ഒന്ന് നനച്ച് വാട്ടർ യൂസ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇതിനെ പെയിന്റ് ചെയ്തെടുക്കാം. ഒരു പോട്ടിന് നമ്മൾ വെള്ള പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കോട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ടും കൂടെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു നല്ല വൈറ്റ് കളറ് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഒരു കോട്ടും കൂടെ ഈ ഒരു പോട്ടിന് അടിച്ചു കൊടുത്ത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തെ പട്ട മാത്രമാണ് പെയിന്റ് ചെയ്യാനുള്ളത്. ഭംഗിയോടെ പെയിന്റ് ചെയ്യാൻ അറിയുന്നവർക്ക് പല ഡിസൈനും വരച്ചു കൊടുക്കാം. മണ്ണിന്റെ പോട്ടായതുകൊണ്ട് തന്നെ പെയിന്റ് പെട്ടെന്ന് അതിമ പിടിച്ച് ഉണങ്ങും. വൈറ്റ് ഒക്കെ ഫിനിഷായി. ഇനി മുകൾ ഭാഗത്ത് ഓറഞ്ച് കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വൈറ്റും ഓറഞ്ചും നല്ലൊരു ഭംഗിയുള്ള കോമ്പിനേഷൻ ആണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പിക്ചർ അയച്ചു തന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത്. വളരെ മനോഹരമായിരുന്നു അവളുടെ പെയിന്റിങ്. ഇനി അതിന് ഇതുപോലെ നമുക്ക് കണ്ണും വായൊക്കെ വരച്ച് ഒന്ന് ഭംഗിയാക്കിയെടുക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ വരക്കാൻ അറിയുന്നവർ അത്രയും മനോഹരമാക്കി വരച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ പോട്ടിന് നമ്മൾ 2 കുഞ്ഞിക്കണ്ണും ഒരു വായൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെയൊക്കെ ഒന്ന് മനോഹരമാക്കിയെടുക്കാം.
പെയിന്റ് കൊടുത്ത ഭാഗത്ത് നമ്മൾ കറുത്ത പെയിന്റ് കൊണ്ട് നല്ല ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇതിന്റെ തലമണ്ടക്കിട്ട് പുള്ളികളാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിക്ചർ വരക്കാൻ അറിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ 3 പോട്ടുകളാണ് പെയിന്റ് ചെയ്തെടുത്തത്. ഒന്ന് റെഡും ഗ്രീനും കൂടെ, അതിന് വൈറ്റ് കളർ കൊണ്ട് കണ്ണും ചുണ്ടും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പെയിന്റ് അടിച്ചതിൽ നമ്മൾ സാൻസവേരിയ നട്ടതിന് ശേഷം ബെഡ്റൂമിലാണത് സെറ്റ് ചെയ്തത്. ആ വൈറ്റ് കളർ വരുന്നത് ബെഡ്റൂമിനൊരു ഭംഗി ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ അതിനെ ബെഡ്റൂമിലാണ് സെറ്റ് ചെയ്തത്. കുഞ്ഞുങ്ങളുടെ ബെഡ്റൂമിലാണ് ഈ ഒരു റെഡും ഗ്രീനും സെറ്റ് ചെയ്തത്. അതുപോലെ ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി, അതെനിക്ക് അത്രയൊരു ഭംഗി തോന്നാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോട്ട് സെറ്റ് ചെയ്യാൻ പോയതും സെയിന് ബാക്കിയുള്ള എല്ലാ കളികളും അവിടെ കളിക്കുന്നുണ്ട്. പെയിന്റിങ്ങിന്റെ സമയത്ത് എല്ലാവരും സഹായിക്കാനെത്തും. മകളും സെയിനും ഒക്കെ സഹായിക്കാനെത്തും. ഇവിടെ ഉമ്മാക്ക് മാത്രമാണ് പെയിന്റിങ് അറിയാത്തതുള്ളൂ. മക്കളൊക്കെ നല്ല കലാകാരന്മാരായതുകൊണ്ട് തന്നെ നന്നായി വരക്കും. അങ്ങനെ എല്ലാ പോട്ടുകളും ഇത്രയും മനോഹരമായിട്ടാണ് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഫേസൊക്കെ മാറ്റിയും അതുപോലെ തന്നെ പൂമ്പാറ്റകൾ ഇങ്ങനെയുള്ള പിക്ചറൊക്കെ നമുക്ക് വരച്ചു കൊടുത്ത് ഓരോ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് പിക്ചറൊക്കെ മാറ്റി വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യാനും ഇതുപോലെ നമുക്ക് പോട്ടുകൾ ഭംഗിയാക്കി എടുക്കാം. സ്റ്റെയർ കേസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ടൈപ്പിലുള്ള ഒരേ അളവുള്ള പോട്ടുകളാണ് നല്ലത്. പ്ലാന്റുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. സ്റ്റെയർ കേസിൽ ഞാൻ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം സ്റ്റെയർ കേസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിനു മടിച്ചു നിൽക്കണം? അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കാണിക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.